മനസ്സിലാക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ഹിതം ഇതാണെങ്കിൽ അത് സംഭവിക്കട്ടെ. അതാണ് അവളുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ദൈവപരിപാലനയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്നു എന്നർത്ഥം. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയിലും സംഭവിക്കേണ്ടത് എന്നല്ല, ഓരോ മനുഷ്യനിലും സംഭവിക്കേണ്ടത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു വിധേയപ്പെടലിന്, തിരുവചനത്തിന് വിധേയപ്പെടൽ നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തിരുനാൾ ആഘോഷം വെറും ബാഹ്യമായ കുറെ ബഹളങ്ങളായി തീരും എന്നതിന് സംശയമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് അത് ഗുണമൊന്നും ചെയ്യില്ല. ജീവിതത്തിന് ഗുണം ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് അർത്ഥമില്ലാത്തതാകും. പ്രത്യേകിച്ച് തിരുനാൾ ആഘോഷങ്ങൾ. അവളുടെ ഹൃദയത്തിന്റെ വാതിലിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് മുട്ടുന്നു. അവൾ തുറന്നു കൊടുക്കുന്നു, പൂർണ്ണമായും സമർപ്പിക്കുന്നു. അവളിൽ ക്രിസ്തു ജനിക്കുന്നു, ദൈവപുത്രൻ ജനിക്കുന്നു. ആ ദൈവപുത്രനെയും കൊണ്ടാണ് അവൾ ഉടനെ തന്നെ സന്തോഷത്തിന്റെ ആധിക്യത്തില് യൂദയായിലെ ഒരു മലമ്പ്രദേശത്തേക്ക് പോകുന്നത്, എൻകരിയും എന്ന സ്ഥലത്തേക്ക്. അവിടെ എലിസബത്തിന്റെ വീടാണ്. എലിസബത്ത് ഗർഭിണിയാണ്. അവളെ ശുശ്രൂഷിക്കാനാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴോ ക്രിസ്തു തന്നിൽ ആണ് ആ യഥാർത്ഥമായ സന്തോഷം അവൾ അവിടെ പ്രകടിപ്പിക്കുക. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പറയുക, നിന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ എന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, യേശുവിനെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെങ്കിൽ, യേശുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട മറിയത്തെ പോലെ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇരച്ചു കയറും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഈ ദൈവപരിപാലനയിലുള്ള വിശ്വാസക്കുറവാണ്. നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എനിക്കത് വേണം, എനിക്കിത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് ദൈവത്തോട് നമ്മൾ ആജ്ഞാപിക്കുക പ്രാർത്ഥനയിലൂടെ. ദൈവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യഥാർത്ഥ സന്തോഷം പേറിയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ യേശു വന്ന് മുട്ടുന്നുണ്ട്, തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. മറിയം തുറന്നു, അവളിൽ യേശു വന്നു. നമ്മുടെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, എന്റെ സ്വരം കേട്ട് എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും, അവനൊന്നിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഈ മുട്ടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് തുടർച്ചയായി. ഈ ബൈബിളിലെ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരൻ ഹോൾമാൻ ഹണ്ട്, അദ്ദേഹം ഒരു ചിത്രം വരച്ചു. യേശു ഒരു വാതിൽ മുട്ടുന്ന ചിത്രം. അത് പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ പല പതിപ്പുകളായിട്ട്, പല രൂപങ്ങളായി. ആ ചിത്രം ഇങ്ങനെയാണ്: ഒരു വാതിൽ, യേശു വാതിലിൽ മുട്ടുന്നു. ഇത് അദ്ദേഹം വരച്ചിട്ട് തന്റെ കൂട്ടുകാരേക്ക് ഒന്ന് കാണിച്ചു, എങ്ങനെയുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ അറിയാനായിട്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഒരാൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അയാൾ പറഞ്ഞു, ചിത്രം വളരെ മനോഹരമാണ്, പക്ഷെ ആ വാതില് ഞാനൊരു കൈപ്പിടി കൂടി ഒന്ന് വരച്ച് ചേർക്കുകയാണെങ്കിൽ അത് കുറെ കൂടി മനോഹരമാണ്. അതിനൊരു കൈപ്പിടിയില്ല, വളരെ പ്ലെയിനായി പോയി ആ വാതില്. ഉടനെ ഹോൾമാൻ കണ്ടെന്ന ചിത്രകാരൻ പറഞ്ഞ ഉത്തരമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരച്ചിരിക്കുന്നത് ഒരു വീടിന്റെ വാതിൽ അല്ല,
മനുഷ്യ ഹൃദയത്തിന്റെ വാതിലാണ്. ആ വാതിലിന്റെ ഒരു പ്രത്യേകത, അതിന്റെ കൈപ്പിടി പുറത്തല്ല, അകത്താണ്. അത് കാണാൻ പറ്റില്ല. യേശു വന്ന് വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഹൃദയവാതിലിൽ വന്ന് മുട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടി തുറന്നു തരിക, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. പലപ്പോഴും നമുക്ക് തുറക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കൈ നമ്മൾ അവിടേക്ക് എത്തുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ പലരോടുള്ള വെറുപ്പും വൈരാഗ്യവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടി, ആ സ്നേഹനിധിക്ക് വേണ്ടിയിട്ട്, സ്നേഹത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിന് വേണ്ടി വാതിൽ തുറക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ന് തുറന്നു കൊടുക്കുന്നുവോ അന്ന് ജീവിതത്തിൽ സന്തോഷം നിറയും. അത് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം ഉണ്ടാവില്ല. മാതാവ് തുറന്നു കൊടുത്തവളാണ്. ഞാൻ മറ്റൊരു സംഭവം കൂടി പറയാം. വിയന്നയിലെ ഒരു ഡോക്ടർ അഡോൾഫ് ലോറൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് വൈദ്യശാസ്ത്രത്തില് പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയത്. രക്തരഹിത ശസ്ത്രക്രിയ എന്ന് പറയും, ബ്ലഡ്ലെസ് സർജറി. അത് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചതോടുകൂടി അദ്ദേഹം ലോകത്തിൽ പ്രസിദ്ധനായി തീർന്നു. പല രാജ്യങ്ങളിൽ നിന്നും അത്തരം സർജറികൾ നടത്താനായിട്ട് അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് വിളിക്കപ്പെട്ടു. അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് വിളിക്കപ്പെട്ടു. അവിടെ ഒരു ആശുപത്രിയിൽ ധാരാളം പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ തരം സർജറിക്ക് വിധേയപ്പെടാനായിട്ട്. അദ്ദേഹം ഒരു ദിവസം മുഴുവൻ ഈ സർജറി നടത്തി ക്ഷീണിച്ച് ഒരല്പം ഊർജത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് നടക്കാനിറങ്ങി. വൈകുന്നേരമായി. കുറേ ദൂരം ചെന്നപ്പോഴേക്കും മഴ പെയ്തു. മഴ നനയുക. അപ്പോൾ ഉടനെ അദ്ദേഹം അവിടെ എവിടെയെങ്കിലും കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം അങ്ങനെയാണ് അടുത്ത ഒരു വീട് കണ്ടത്. ആ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെന്നു. വാതിലിൽ മുട്ടി. ആ കുടുംബനാഥ വാതിൽ തുറന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഴയാണ്, ഒന്ന് കയറി നിന്നോട്ടെ. ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ ആവശ്യത്തിലേറെ ശല്യങ്ങളുണ്ട്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. മഴ നനയുകയാണ്. അപ്പോഴേക്കും അദ്ദേഹം നടക്കാൻ പോയ കാര്യം അറിഞ്ഞ് ഇന്ന സ്ഥലത്തേക്കാണ് പോയേക്കണെന്നൊക്കെ മനസ്സിലാക്കി ആശുപത്രിയിൽ നിന്ന് കാറ് വിട്ടു. അപ്പം അദ്ദേഹം മഴ നനഞ്ഞു വരുന്നതാണ് കാറിലിരിക്കുന്നവർ കാണുന്നത്. ഉടനെ അദ്ദേഹത്തെ കയറ്റി ആശുപത്രിയിലേക്ക് പോയി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇത്രയും പ്രസിദ്ധനായ ഒരു ഡോക്ടർ മഴ നനഞ്ഞു വരുന്നതിൻ്റെ ഒരു ചിത്രം പത്രങ്ങളിൽ വന്നു. ഈ സ്ത്രീ ഞെട്ടിപ്പോയി. തൻ്റെ ഒരു കൊച്ചിനും ഇതുപോലത്തെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറെയാണല്ലോ ഞാൻ ആട്ടിപ്പായിച്ചത്. രക്ഷകൻ തൊട്ട് വീട്ടിൽ വന്നിട്ട് പോലും തള്ളിക്കളഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണം. ശത്രുവിൻ്റെ ഒരു ലുക്കിലായിരിക്കും ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനായി രക്ഷകയായി ഒക്കെ വരുക. ആട്ടിപ്പായിച്ചാൽ നമുക്ക് തന്നെ നഷ്ടം. പരിശുദ്ധ കന്യാമറിയത്തിന് മാതൃക നമ്മൾ കൊള്ളാം. ദൈവം വാതിലിൽ മുട്ടി, അവൾ തുറന്നു, സമ്മതിച്ചു, ദൈവത്തെ തന്നെ ജീവിതത്തിൽ പൂർണ്ണമായും സ്വീകരിക്കുന്നു. ഈ ഒരു വലിയ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാനുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.